ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭാ സാമാജികനായി 50 വർഷം തികച്ചപ്പോൾ അതിൻ്റെ ഒരു സമ്മേളനം പുനലൂർ വെച്ച് നടന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഞാനാണ്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആള് ഈ നാടിന് ചെയ്ത സേവനവും അദ്ദേഹത്തിൻ്റെ മനസ്ഥിതിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും ഒക്കെ ആളുകൾ മനസ്സിലാക്കിയത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോഴല്ല, ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ്. ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ജനസാഗരങ്ങളാണ് അവിടെ തടിച്ചു കൂടുന്നതും ഓരോ സ്ഥലങ്ങളിൽ വരുന്നതും. ഓരോ പോയിന്റിലും തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിക്കാൻ 2.5 ദിവസം എടുത്തു കോട്ടയത്തെത്താൻ. അപ്പോൾ കാരണം അത്രത്തോളം ആളുകൾ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് തടിച്ചുകൂടി എന്നുള്ളതാണ്. ആളുകൾ തിരിച്ചറിയും, ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ, ആളുകൾക്ക് എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്താൽ അത് അവർ തിരിച്ചു കൊടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട മരണത്തിൽ നമുക്ക് കാണാനിടയായത്. അങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തല്ലോ. ഈ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ വരുത്തി കളഞ്ഞു. പക്ഷേ അത് ചെയ്തവരെല്ലാം അത് പിന്നെ തെറ്റാണെന്ന് തിരിച്ചു പറഞ്ഞു ഉണ്ടായി. ഇതിപ്പോൾ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നതും അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നതും നല്ല ജനങ്ങളുമായിട്ട് അത്രത്തോളം അടുത്ത് ഇടപഴകിയ ഒരു നേതാവാണ്. നവകേരള സദസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ കണ്ടു. ആളുകളെ റോഡിൽ എടുത്തിട്ട് അടിക്കാനുള്ള പ്രസ്ഥാനം നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം പല പ്രാവശ്യം പറഞ്ഞതാണ്. പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അവർ നന്നാവത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നുണ്ടല്ലോ, അത് യഥാർത്ഥ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം തന്നെ ആയിരുന്നു. അത് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് കേൾക്കുക, അത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. രാത്രി മുഴുവൻ ഇത് ചെയ്യാറുണ്ട്. 24 മണിക്കൂറോളം നീണ്ടുപോകുന്ന പരിപാടികളായിരുന്നു അതെല്ലാം. അതിൽ എത്രയോ പരാതികൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു ധാരാളം പരാതികൾക്ക് അദ്ദേഹം പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആ രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അങ്ങനെയുള്ള ആളുകൾ IAS ഉദ്യോഗസ്ഥർ വരെ അങ്ങനെ രക്ഷപ്പെട്ടവർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ. തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് ജനങ്ങൾ തിരിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയാണ്. ഇതാരും പ്രതീക്ഷിച്ചതല്ല, ഇത്രത്തോളം ഉള്ള ഒരു അംഗീകാരം ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, ജനമനസ്സുകളിൽ എന്നും അദ്ദേഹം നിലനിൽക്കും എന്നുള്ളതാണ്. അദ്ദേഹം പതിപ്പിച്ചു പോയ ആ വ്യക്തിമുദ്രയുണ്ടല്ലോ, പാദമുദ്രകൾ അദ്ദേഹത്തിൻ്റെ, അത് നമ്മുടെ മണ്ണിലുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക, കാണുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.